2026 ആഗസ്റ്റ് മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. അതായത് പൂയം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. അതായത് രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ, ഏതെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ചികിത്സ ലഭിക്കുകയും അത് ഭേദമാവുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ശത്രുക്കളിൽ നിന്നുള്ള ശല്യം കുറഞ്ഞു വരുന്നു. ആലോചനാശൂന്യമായ പ്രവൃത്തികൾ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമൂലമുണ്ടായ നഷ്ടങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. ബുദ്ധിപൂർവ്വം അല്ലാതെ ചില എടുത്തുചാടിയുള്ള കാര്യങ്ങൾക്ക് നഷ്ടം വന്നേക്കാം, അത് പരിഹരിക്കാൻ സാധിക്കുന്നു. അതുപോലെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും ഉണ്ടായിരുന്നത് മാറിക്കിട്ടുന്നു. മറ്റുള്ളവരോടുള്ള കലഹങ്ങളും ദേഷ്യങ്ങളും നിയന്ത്രിക്കാൻ സാധിക്കുന്നു. ഇലക്ട്രിക് പരമായോ ഗ്യാസ് ലീക്ക് മൂലമോ ഉണ്ടാകേണ്ടിയിരുന്ന വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നു. കാര്യങ്ങൾ സാധിക്കുന്നതിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു. ശരീരത്തിന് ഏതെങ്കിലും തരത്തിൽ ക്ഷതങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നു. ആർക്ക് എന്ത് നല്ലത് ചെയ്താലും അത് അവരിൽ നിന്ന് ഉപദ്രവം മാത്രമേ ലഭിക്കൂ എന്നുള്ളൊരു അവസ്ഥ മാറിക്കിട്ടുന്നു. കാർഷിക വിഭവങ്ങൾക്ക് വിലക്കുറവ് മൂലമോ അല്ലെങ്കിൽ വിളവുകളുടെ നാശം മൂലമോ നഷ്ടം വരാൻ സാധ്യത കാണുന്നുണ്ട്. ചതി വഞ്ചന എന്നിവയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടാൻ സാധിക്കുന്നു. ഏതായിരുന്നാലും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ചതിയും വഞ്ചനയിലും പെടാണ്ട് ഉറ്റ ബന്ധുവിന് വളരെ ഗുരുതരമായി ആശുപത്രിയിലേക്ക് ആയിരുന്നത് സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് വരുന്നു. ഈശ്വരാധീനം പലപ്പോഴും ഒരു തുണയായി നിൽക്കുന്നതായിട്ട് അറിയാൻ സാധിക്കുന്നു. പാഴ്ച ചെലവുകൾ നിയന്ത്രിക്കാൻ സാധിക്കുന്നതിനാൽ ആവിധ നഷ്ടങ്ങളും കുറയ്ക്കാൻ സാധിക്കുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികളിൽ ചിലർക്ക് ചില വിദ്യാതടസ്സങ്ങൾ വരുന്നതിന് സാധ്യത കാണുന്നു. അത് വിദ്യാഭ്യാസത്തിനാകാം, അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോകുന്നതിനാകാം. എന്തായിരുന്നാലും കുറെ തടസ്സങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ കുടുംബത്തിൽ കലഹം ഉണ്ടാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ദാമ്പത്യത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ വന്നേക്കാം. വാഗ്വാദം നടത്തിയും പന്തയം നടത്തിയും ലോട്ടറി ടിക്കറ്റ് എടുത്തും അമിതമായി നഷ്ടം വരാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് നിയന്ത്രിക്കുക നല്ലതായിരിക്കും. മോഷ്ടാക്കളുടെ ശല്യവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജനങ്ങൾ വഴി അധികാരം കിട്ടിയിട്ടും ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാത്തതിൽ ജനപ്രതിനിധികളോട് ജനങ്ങൾക്ക് കോപം വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി പൂയ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. 14 വയസ്സ് വരെയുള്ള പൂയം നക്ഷത്രക്കാർക്ക് കുടുംബത്തില് ഇവർക്ക് ഈ കാലം അവർക്ക് വളരെ ഒരു യോജിച്ച കാലമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ കുടുംബത്തിലുള്ള അംഗങ്ങള് വെളിയിലുള്ള ആൾക്കാരുമായിട്ട് വാക്ക് തർക്കങ്ങളോ ബഹളങ്ങളോ ഒക്കെ ഉണ്ടായാൽ, വഴക്കൊക്കെ ഉണ്ടായാൽ അത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടാകുന്നത് ശ്രദ്ധിക്കുക. സ്വന്തം വീട്ടിൽ നിന്നും വേറൊരു വീട്ടിലേക്ക് താമസം മാറി പോകുന്നതിന് സാധ്യതയുണ്ട്. ചിലർക്ക് സാമ്പത്തിക ക്ലേശങ്ങൾ വരാം. ചില രോഗങ്ങൾ വരുന്നതിന് ഈ കുട്ടിക്ക് സാധ്യതയുണ്ട്. ക്രമേണ കഷ്ടപ്പാടുകളെല്ലാം മാറി കുടുംബം മൊത്തം പുരോഗതിയിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വിദ്യാഭ്യാസ സ്കൂളിൽ ചേരുന്നതിനും തുടർന്ന് പഠിക്കുന്നതിനും യോഗമുണ്ട്. 14 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ള പൂയം നക്ഷത്രക്കാർക്ക് ക്രമേണ പുരോഗതി എല്ലാ മേഖലകളിലും ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. വിദ്യാഭ്യാസം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള ഒരു യോഗവും കാണുന്നുണ്ട്. കൂടാതെ സാമാന്യ നല്ല തസ്തികയിൽ ഇവർക്ക് ജോലി ചെയ്യുന്നതിനും ഭാഗ്യമുണ്ട്. ചിലർ ചില പ്രത്യേക തൊഴിലിൽ ചേരുന്നതിന് സാധ്യത കാണുന്നുണ്ട്. സാങ്കേതികപരമായോ അല്ലാതെയോ ഉള്ള പ്രത്യേക തിരിഞ്ഞ് ചില തൊഴിൽ പഠിക്കുന്നതിന് സാധ്യതയുണ്ട്. ചില ശത്രുക്കൾക്ക് ശല്യം ചിലർക്കുണ്ടാകുന്നു. അതുപോലെ വിവാഹം കഴിക്കുന്നതിനൊരു യോഗവും കാണുന്നുണ്ട്. സന്താന ഭാഗ്യത്തിനൊരു ഭാഗ്യവും കാണുന്നുണ്ട്. ഈ സമയം ചിലർക്ക് സാമ്പത്തിക ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട്. അതിനാൽ ഒരു സാമ്പത്തിക അച്ചടക്കം ഇവിടെ പാലിക്കുന്നത് ഭാവിയിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. 31 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ള പൂയം നക്ഷത്രക്കാർക്ക് ദമ്പതിമാർ തമ്മിൽ കുറച്ച് അകന്ന് താമസിക്കുന്നതിനൊരു യോഗം കാണുന്നുണ്ട്. അത് കൂടുതലും കാണുന്നത് ജോലി സംബന്ധമായിട്ട് രണ്ടും രണ്ട് ദേശത്ത് താമസിക്കുന്നതായിട്ടാണ്. അധികാര സ്ഥാനങ്ങളിൽ നിന്നും ചില ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. മോഷ്ടാക്കളിൽ നിന്നും ശല്യം ഉണ്ടാകാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. സ്വഭവനത്തിൽ നിന്നും വേറൊരു വീട്ടിലേക്ക് താമസം മാറുന്നതിനും ഒരു യോഗമുണ്ട്. ശത്രുക്കളുടെ ഉപദ്രവം കൂടാം. എന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ എല്ലാം നേരെയാകുന്നതായിട്ട് കാണുന്നുണ്ട്. ധനവും മറ്റു സമ്പത്തും ലഭിക്കുന്നു. 38 വയസ്സ് മുതൽ 58 വയസ്സ് വരെയുള്ള പൂയം നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ തടസ്സമില്ലാണ്ട് നടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. തൊഴിലിൽ നല്ല രീതിയിലുള്ള പുരോഗതി ഉണ്ടാകുന്നു. വാഹനങ്ങൾ, വീട്, ഭൂമി എന്നിവ സ്വന്തമാക്കാനായിട്ടും ഈ സമയം യോഗം കാണുന്നുണ്ട്.
നല്ലൊരു സാമ്പത്തിക സ്ഥിതി വരുന്നു ഇവർക്ക് നല്ല രീതിയിൽ. അതുപോലെ അവർക്ക് മികച്ച സമ്പാദ്യ പദ്ധതികളിൽ, സുരക്ഷിതമായ സമ്പാദ്യ പദ്ധതിയിൽ നിക്ഷേപിക്കാനും സാധിക്കുന്നു. മേലധികാരികളിൽ നിന്നും അനുകൂലമായ നടപടികൾ ഇവർക്കുണ്ടാകുന്നു. ശത്രുശല്യം കുറയുന്നു. എല്ലാ കാര്യങ്ങളും കൃത്യമായി നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. അധികം അലച്ചിലൊന്നും ഇല്ലാണ്ട് തന്നെ കാര്യം സാധിച്ചു കിട്ടാൻ. വേണ്ടപ്പെട്ടവരുടെ മരണം, വളരെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ മരണം സംഭവിക്കുന്നതിന് സാധ്യതയുണ്ട്. ചിലർ ആടും തുടങ്ങിയ ഫാമുകൾ വച്ച് അതിൽ നിന്ന് ധാരാളം സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലരാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ തിരിഞ്ഞ് അതുവഴി നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കുന്നു. അതൊക്കെ വിജയിക്കാൻ സാധിക്കുന്നു. ചെറിയ രീതിയിൽ അസുഖങ്ങൾ വരുമെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നതായിട്ട് കാണുന്നില്ല. പലവിധ ദുഃഖവും മനപ്രയാസം 58 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ള പൂയ നക്ഷത്രക്കാർക്ക് പല രീതിയിലുള്ള ദുഃഖവും ചില ബുദ്ധിമുട്ടുകളും ചിലർക്ക് ഉണ്ടായേക്കാം. സർക്കാരിൽ നിന്നും പ്രതികൂല നടപടി ഉണ്ടാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. കോപം കൂടുതലുണ്ടാകും, അത് അടക്കുക. സ്വന്തമായി വ്യാപാരം നടത്തുന്നവർക്ക് വളരെയധികം ഗുണം കിട്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അന്യദേശവാസവും ചിലർക്ക് കാണുന്നുണ്ട്. ചിലർക്ക് കെയർ ടേക്കറായോ ലോക്കൽ ഗാർഡിന് അതുപോലെയൊക്കെ ഉള്ള ഒരു തൊഴിൽ അവർക്ക് ലഭിക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. 64 വയസ്സ് മുതൽ 74 വയസ്സ് വരെയുള്ള പൂയം നക്ഷത്രക്കാർക്ക് ഒരുവിധം നല്ല കാലമാണ്. ഭൂമിയും മറ്റു വസ്തുക്കളും ലഭിക്കുന്ന ഒരു സമയമാണ്. കൂടാതെ നല്ല സമ്പാദ്യ പദ്ധതികളിൽ നിക്ഷേപിക്കാൻ സാധിക്കുന്നു. അതുപോലെ നിക്ഷേപങ്ങളിൽ നിന്ന് ഇവർക്കെല്ലാം, ചിലർക്ക് നിക്ഷേപങ്ങളിൽ നിന്ന് വളരെ മികച്ച ആദായം ലഭിച്ചു തുടങ്ങുന്നു. വസ്ത്ര വ്യാപാരികൾക്ക് ഏറെ ഗുണമുള്ള ഒരു സമയമാണ്. ബന്ധുക്കളും പഴയകാല സ്നേഹിതന്മാരുമായി സസുഖം വസിക്കാനായിട്ടും ഇവർക്ക് യോഗം കാണുന്നു. ജീവിതത്തിൽ ഒരു സംതൃപ്തി ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. കാരണം എല്ലാം ലഭിക്കേണ്ടതെല്ലാം ലഭിച്ചു, ഇനി അത്യാഗ്രഹങ്ങളൊന്നുമില്ല. മോഷ്ടാക്കളെ സൂക്ഷിക്കുക, ഈ സമയം വളരെ നല്ലതായിരിക്കും. ചില രോഗങ്ങൾ വരുമെങ്കിലും അതൊന്നും നിങ്ങൾക്ക് കാര്യമായി ബാധിക്കുന്നില്ല. തക്ക ചികിത്സ ലഭിക്കുന്നതിനാൽ അതെല്ലാം മാറിപ്പോകുന്നു, സുഖം പ്രാപിക്കുന്നു. സർക്കാരിൽ നിന്ന് ഈ സമയം നിങ്ങൾക്ക് ചില അനുകൂല നടപടികളൊക്കെ ലഭിക്കാം, ആനുകൂല്യങ്ങൾ ലഭിക്കാം, നേട്ടങ്ങൾ ലഭിക്കാം. 74 വയസ്സിന് മുകളിലോട്ടുള്ള പൂയം നക്ഷത്രക്കാർക്ക് കേസുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം വിജയം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നും ഇവർക്ക് ആനുകൂല്യങ്ങൾ ഇവിടെയും ലഭിക്കുന്നതിനുള്ള ഒരു യോഗമുണ്ട്. ചതി, വഞ്ചന എന്നിവ ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ അസുഖങ്ങൾ ഗുരുതരമാകാം എന്നുള്ളതിനാൽ ചെറിയ അസുഖങ്ങൾ വന്നാൽ കൂടിയും വൈദ്യസഹായം സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. കണ്ണിലും വയറ്റിലും ചെറിയ അസുഖങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നുണ്ട്. ഞാനിവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ ആദിത്യ ഗുരു ഗുളിക യോഗം നടക്കുന്നതിനാൽ, സൂര്യഭഗവാന്റെയും വ്യാഴന്റെയും ഗുളികന്റെയും ഒരു യോഗം നടക്കുന്നതിനാൽ ഗുളികന്റെ സാന്നിധ്യം ആദ്യം ചില തടസ്സങ്ങൾ ഉണ്ടാക്കാമെങ്കിലും, ചിലർക്ക് വലിയ രീതിയിൽ തടസ്സം ഉണ്ടാക്കാമെങ്കിലും പിന്നീട് അതെല്ലാം വൻ വിജയത്തിലേക്ക് എത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം ഗുരുവിന്റെ സാന്നിധ്യം ഈ ദോഷങ്ങളെ ലഘൂകരിച്ച് രാജയോഗം നൽകുന്നതായിട്ടാണ് കാണുന്നത്. ശക്തമായ രാജയോഗം ചിലർക്ക് ലഭിക്കുന്നു. ധനവും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ആത്മവിശ്വാസവും അറിവും ജ്ഞാനവും നേടാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ചിലർക്ക് ഗുളികന്റെ സ്വാധീനത്തിൽപ്പെട്ടിട്ട് ഈ ചില സമയങ്ങളിൽ അഹങ്കാരവും തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്, ശ്രദ്ധിക്കുക. അതുപോലെ ശുക്രകേതു യോഗം വരുന്നതിനാൽ സുഖങ്ങളോടുള്ള ആർത്തി കുറയുന്നതിനും ആത്മീയചിന്തകളിലും തത്വചിന്തകളിലും താല്പര്യം കൂടുന്നതിനും ഒരു സാധ്യതയുണ്ട്. ബന്ധങ്ങളിൽ വിള്ളലുകൾ വരുന്നതിന് സാധ്യതയുണ്ട്. വിശേഷിച്ചും പ്രണയബന്ധങ്ങളിലും ദാമ്പത്യത്തിലും ഒക്കെ വിള്ളലുകൾ ഉണ്ടാകാം, തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. പങ്കാളിയുമായി ചിലർ പിരിഞ്ഞു പോകാം, ചിലർ എന്നേക്കുമായി, അതായത് വിവാഹബന്ധം വേർപെടുത്തി പോകുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ പ്രേമിക്കുന്നവർക്കാണെങ്കിൽ പ്രേമബന്ധം അവസാനിപ്പിച്ച് മാറിപ്പോകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. മാനസികമായി ആശയക്കുഴപ്പം വരാം. ആഡംബര ജീവിതം നയിക്കണമെന്ന ഒരു ആഗ്രഹം ഒരു സൈഡിലും, മറ്റേ സൈഡില് അവർക്ക് ആത്മീയപരമായിട്ടും തത്വചിന്തപരമായിട്ടും നീങ്ങണമെന്നുള്ള ഒരു ആശയം മറുസൈഡത്തും വരുന്നതിനാൽ മനസ്സിനാകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. അതായത് ആശയക്കുഴപ്പം മനസ്സിൽ ഒരു സംഘർഷം ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു. ധനപരമായി ഒരു ചാഞ്ചാട്ടം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അതായത് പണം ധാരാളം പല മേഖലകളിൽ കൂടി വന്നു ചേരുമെങ്കിലും അതുപോലെ തന്നെ ധാരാളം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായി ധനം ചെലവഴിക്കുന്നതിനും പാഴ്ചിലവ് വരുന്നതിനും ഒരു സാധ്യതയുണ്ട്. അതെല്ലാം നിയന്ത്രിക്കുക. ഈ സമയം ഒരു സാമ്പത്തിക അച്ചടക്കം പാലിച്ചാൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ സൃഷ്ടിപരമായ കഴിവുള്ളവർ, അത് സാഹിത്യപരമായിട്ടായിരുന്നാലും നാടക, സിനിമ അങ്ങനെയൊക്കെയുള്ള ഏത് രംഗത്തായിരുന്നാലും അവർക്ക് വളരെയധികം മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയവും കൂടിയാണ്.
ഇനി ചന്ദ്ര രാഹു യോഗം നടക്കുന്നതിനാൽ ഈ യോഗത്തിനെ ഗ്രഹണ യോഗം എന്ന് പറയുന്നു. ഇത് അശുഭകരമായ ഒരു യോഗമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, ഒരു കുടുംബത്തിലെ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വളരെയധികം സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ഒരു യോഗമാണ് ഈ ഗ്രഹണ യോഗം. മനസ്സിന് സമ്മർദ്ദം ഉണ്ടാക്കുന്നു. ഏതെങ്കിലും രീതിയിൽ ഡിപ്രഷൻ പോലുള്ള മനോവിചാരമുള്ളവർക്കാണെങ്കിൽ അത് കൂടുന്നതിനൊരു സാധ്യതയുണ്ട്. ഏത് കാര്യത്തിലും വ്യക്തമായ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാതെ ഇവർ മാനസിക സംഘർഷത്തിൽ പെടുന്നു, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു, സംശയരോഗം വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. ചിലർക്ക് ചുറ്റുപാടുമുള്ള ആളുകളെ ഏത് രീതിയിലും സംശയത്തോടെ വീക്ഷിക്കുക, അതുപോലെ തന്നെ സാഹചര്യങ്ങളെയും സംശയത്തോടെ വീക്ഷിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. എന്നാൽ ചിലർക്ക് അങ്ങനെയല്ല, അവർക്ക് ഉറക്കം തീരെ ഇല്ലാത്തൊരവസ്ഥ വരാം, വിഷാദ രോഗം വരാം, ദേഷ്യം വരുന്നതിനും സാധ്യതയുണ്ട് ചിലർക്ക്. അതുപോലെ ഇവിടെ ഈ നിങ്ങൾക്കുള്ള പൂജാപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ ജ്യോതിഷപരമായുള്ള കാര്യങ്ങൾക്ക് എന്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന ആഗസ്റ്റ് മാസത്തിൽ സർവ്വവിധ സുഖ സമ്പദ് സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.